അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നമ്മളുടെ കുട്ടികൾക്ക് ഒന്നാമത്തെ പാർട്ടിൻ്റെ പാഠം ഇതോടുകൂടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കിതാബിൽ പഠിച്ച മുഴുവൻ അക്ഷരങ്ങളും നല്ല രീതിയിൽ എഴുതി സൂക്ഷിച്ചു വെക്കുകയും അത് കൂടുതൽ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും ഇതിൽ പഠിപ്പിച്ച ഓരോ അറബി മലയാള അക്ഷരങ്ങളും നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. കാരണം ശേഷം വരുന്ന 2ാം ക്ലാസ്സുകളിൽ ദുറൂസിൽ കൂടുതൽ നമ്മൾക്ക് അറബി മലയാളവുമായിട്ടുള്ള പാഠങ്ങളും അതിൻ്റെ ചോദ്യോത്തരങ്ങൾ എഴുതാനുള്ളതായ അവസരങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ആ അക്ഷരങ്ങൾ കൂടുതലായി നമ്മൾ പരിചയപ്പെടുകയും വേണം. ഇതിപ്പോൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗം നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നഖ്റ വായിക്കുക. നമ്പർ 1 പത്ത് പത്ത്. പൂച്ച പൂച്ച. പായത്തിന് സമയത്ത് കണ്ടില്ലേ താഴെ എത്ര പുള്ളികളുണ്ട്? 1 2 3 പുള്ളികളാണ് പാ എന്നുള്ള അക്ഷരത്തിനൊക്കെയുള്ളത്. അതേപോലെ തന്നെ പൂച്ച എന്ന് പറയുമ്പോൾ ച എന്നുള്ളതിലേക്ക് ഹായ് എഴുതിയിട്ടതിൻ്റെ താഴെ 3 പുള്ളികളാണുള്ളത്. ഇത് ശ്രദ്ധിച്ചാൽ മതി. ചെടി ചെടി. ഇപ്പോൾ ഇവിടെ ച പറഞ്ഞു, അതിനെ ചേ ആയിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ജോയിൻ്റ് ആക്കിയിട്ട് എഴുതുന്ന രീതിയും ചേ എന്നതിനേക്ക് മുകളിൽ കൊടുക്കേണ്ടതായ രീതിയും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. ചെടി. ദാലിൻ്റെ താഴ്ഭാഗത്തൊരു പുള്ളി കൊടുത്താലേ ടി എന്നും വായിക്കാറുണ്ട്, അവസരോചിതമായിട്ട് ഡി എന്നും വായിക്കാറുണ്ട്. ചെടി. പു ഴ. ഇതാണ് ഴ. റായിൻ്റെ മുകളിൽ 3 പുള്ളികൾ കൊടുത്താൽ ഴ പുഴ. ഓക്കെ അല്ലേ? 10 പൂച്ച ചെടി പുഴ. അതിന് താഴെ 2ാം നമ്പർ നോക്കും. ജീവിച്ചു ജീവിച്ചു അല്ലേ? തോൻ്റെ മുകളിൽ കൊടുത്ത രീതി കണ്ടില്ലേ? ഇങ്ങനെ മുകളിലേക്കായിട്ട് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതാണ്. ചെടി എന്നതിൽ ചേ എഴുതുന്ന രീതി, തോട് എന്നതിൻ്റെ തോ എന്നുള്ളത് എഴുതുന്ന രീതി. തോട്. പറഞ്ഞു പറഞ്ഞു. ഞു ഞ ഞി ഞു. ഞു എന്ന് ഞാ എന്നുള്ള അക്ഷരം വരണമെങ്കിൽ ഹായ് എഴുതി അതിൻ്റെ താഴെ ഭാഗത്ത് 3 പുള്ളിയും മേലെ സൈഡിൽ 1 പുള്ളിയുമാണ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഞാ എന്നുള്ള അക്ഷരം വരുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില കുട്ടികൾക്ക് ഛായ ഏതാണെന്നും ഞാ ഏതാണെന്നും തമ്മിൽ വേർതിരിവ് വ്യക്തമാകുന്നില്ല. ആ ഒരു ക്ലിയറൻസ് കിട്ടണമെങ്കിൽ കൂടുതൽ സമയം ഇത് എഴുതുകയും വായിക്കുകയും വേണം. പറഞ്ഞു പറഞ്ഞു. അഴിച്ചു അഴിച്ചു. മനസ്സിലായില്ലേ? ഇതൊക്കെ പഠിച്ചു. ഇനി 3ാമത്തെ ലൈൻ നോക്കൂ. ആട്. ഇത് അട് അല്ല, ആ. മുകളിൽ മദ് കൊടുത്തിട്ടുണ്ട്. ആട്. ഏ കണ്ടില്ലേ? ഏക്ക് ശേഷം ഒരു യാ കൊടുത്താൽ ഏജ് ഏജ്. പടം പപ്പടം പപ്പടം. പേര്. 4ാമത്തെ ലൈൻ നോക്കൂ. പാട്ട് പാട്ട്. പഞ്ഞി പഞ്ഞി. ഞി കണ്ടില്ലേ? ഇതെന്താണ്? വായിക്കൂ. നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചേ ച ചേ ചു അല്ലേ? ചു ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ചീര ചീര.
റാ എന്നതിൻ്റെ താഴെ ഭാഗത്തൊരു പുള്ളി കൊടുത്താൽ ര എന്നുള്ള അക്ഷരമാവും. അപ്പോൾ ചീര. ഓ കണ്ടില്ലേ മുകളിൽ കൊടുത്തത്? ഓടി. ഓടി. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ നല്ലോണം കൂടുതൽ ശ്രദ്ധിച്ചാൽ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ വളരെ സുലഭമായിട്ട് നമ്മൾക്ക് അറബി മലയാളം നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും കഴിയും. നംലഉൽ ഫറാഗ് ചോദ്യം: ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഡാഷ് ചൊല്ലണം. എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് ഇവിടെ എഴുതേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്ഥലം മതിയാകുന്നില്ലെങ്കിൽ ബിസ്മി ചൊല്ലണം എന്ന് എഴുതാം. നമ്മൾ ചൊല്ലേണ്ടത് മുഴുവനായിട്ട് ചൊല്ലണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമത്തെ ചോദ്യം: ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഡാഷ് ചൊല്ലണം. എന്ത് ചൊല്ലണം? അൽഹംദുലില്ലാഹ്. എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. നുജീബ്, ഉത്തരം എഴുതുക. ഒന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട അദബുകൾ എന്തെല്ലാം? അതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇവിടെ ബിസ്മി ചൊല്ലണം, വലത് കൈ കൊണ്ട് കഴിക്കണം, കഴിക്കുന്നത് നിൻ്റെ മുമ്പിൽ നിന്നാകണം. കഴിച്ചു കഴിഞ്ഞവർ അൽഹംദുലില്ലാഹ് ചൊല്ലി എഴുന്നേറ്റ് കൈയും വായും കഴുകണം. ഇത്രയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ചെയ്യേണ്ടതായ നിയമങ്ങൾ. ഇതോടെ നമ്മളുടെ ഒന്നാമത്തെ പാർട്ടിൻ്റെ പാഠങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പാഠം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബിസ്മിയും ഹംദും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടുണ്ട്. ഇതിൻ്റെ അവസാനം എത്തുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചൊല്ലണം? നബിത്തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ഞാൻ പറയുന്നത് പോലെ പറയണം. വസല്ലല്ലാഹു അലാ ഖൈരി ഹൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ ഇതുവരെ ഉസ്താദ് പഠിപ്പിച്ച ഓരോ അക്ഷരവും നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഉസ്താദിലേക്ക് അല്ലാഹു തആല ഇതിൽ വലിയ പ്രതിഫലം നൽകട്ടെ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന നല്ല സ്വാലിഹായ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.